പ്രിയപ്പെട്ടവരെ, മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ സമഗ്ര വികസനത്തിനും ഗൃഹപരിശീലനം കൂടുതൽ സുഖകരമാക്കുവാനും വേണ്ടി സഹായിക്കുന്ന പഠന സഹായ ഉപകരണങ്ങളാണ് TLM കിറ്റ് വഴി നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അഡിബ് പദ്ധതിയുടെ ഭാഗമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി CDMRP മുഖേന കേരളത്തിലെ വിവിധ ഭിന്നശേഷിക്കാർക്ക് വിതരണം ചെയ്ത TLM കിറ്റുകളെക്കുറിച്ചും അവയുടെ ഉപയോഗത്തെക്കുറിച്ചും എത്തരത്തിൽ കുട്ടികൾക്ക് പരിശീലനം നൽകണം എന്നതിനടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് വീഡിയോകളായി നിങ്ങൾക്ക് നൽകുന്നത്. കുട്ടികളുടെ പ്രായം, മാനസിക വളർച്ചയും പരിഗണിച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ ഉപകരണങ്ങളാണ് ഇവ. രക്ഷിതാക്കൾ ഓരോ ഉപകരണത്തെക്കുറിച്ചും വീഡിയോ കണ്ട് കൃത്യമായി മനസ്സിലാക്കുക. കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ നൈപുണികൾ വളർത്തിയെടുക്കുവാൻ ഉപകാരപ്രദമായതുകൊണ്ട് തന്നെ വീഡിയോയിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകുവാനും ശ്രമിക്കുക. നന്ദി. ലഭ്യമായ കിറ്റിലെ ഒന്നാമത്തെ ഐറ്റം എന്നത് തടി കൊണ്ടുള്ള നമ്പർ പസിലാണ്. ഇടതുകാലിൽ 1 മുതൽ 5 വരെയും വലതുകാലിൽ 6 മുതൽ 10 വരെയും സംഖ്യകൾ രേഖപ്പെടുത്തിയ നമ്പർ പസിലുകളാണിവ. 3 വയസ്സും അതിനു മുകളിലുള്ള ID, ASD, CP കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. കളർ ഐഡന്റിഫിക്കേഷൻ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐഡന്റിഫിക്കേഷൻ, നമ്പർ ഐഡന്റിഫിക്കേഷൻ, നമ്പറിംഗ് സ്കിൽസ്, അറ്റൻഷൻ, മെമ്മറി, ഫൈൻ മോട്ടോർ എബിലിറ്റി, ഐ ഹാൻഡ് കോർഡിനേഷൻ തുടങ്ങിയവ വർദ്ധിപ്പിക്കാൻ നമ്പർ പസിൽ കൊണ്ട് സാധിക്കുന്നു. ഇവ ഉപയോഗിച്ചുള്ള ചില ആക്ടിവിറ്റീസ് കൂടി പരിചയപ്പെടുത്താം. വലതുകാലും ഇടതുകാലും കാണിച്ചു കൊടുത്തതിനു ശേഷം കുട്ടിയോടും ഇവ കൃത്യമായി കാണിച്ചു തരാൻ നിർദ്ദേശിക്കുക. കൂടാതെ 1 മുതൽ 10 വരെ എണ്ണാൻ, കാലുകളിലുള്ള വിരലുകൾ എണ്ണിപ്പഠിക്കാൻ, വലുത് ചെറുത് എന്നിവയ്ക്കനുസരിച്ച് ബോർഡിൽ എടുത്തു വയ്ക്കാനും നിർദ്ദേശിക്കുക. കൂടാതെ നിറങ്ങൾ പഠിപ്പിക്കുവാനും ഈ പസിലുകൾ കൊണ്ട് സാധിക്കും. ശ്രദ്ധിക്കുക, ബോർഡിലുള്ള സാധനങ്ങൾ കുട്ടി വായയിലിടാതെ സൂക്ഷിക്കണം. ഉപയോഗശേഷം വൃത്തിയായി ബാഗിൽ തന്നെ സൂക്ഷിക്കാനും ശ്രമിക്കുക. ലഭ്യമായ കിറ്റിലെ രണ്ടാമത്തെ ഐറ്റം എന്നത് ബിൽഡിംഗ് ബ്ലോക്കുകളാണ്. കഴുകാവുന്നതും വിഷത്വമില്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇവ. വീട്, പാലം, ബസ് തുടങ്ങിയ വ്യത്യസ്ത രൂപങ്ങൾ നിർമ്മിക്കാൻ ഈ ബ്ലോക്കുകൾ കൊണ്ട് സാധിക്കും. 3 വയസ്സും അതിനു മുകളിലുള്ള ID, ASD, CP കുട്ടികൾക്ക് വേണ്ടിയുള്ള ഐറ്റംസ് ആണ് ഇവ. കളർ ഐഡന്റിഫിക്കേഷൻ, നമ്പറിംഗ്, അറ്റൻഷൻ, അപ്പ് ആൻഡ് ഡൗൺ കൺസെപ്റ്റ്, മെമ്മറി, ഫൈൻ മോട്ടോർ സ്കിൽസ്, ഐ ഹാൻഡ് കോർഡിനേഷൻ തുടങ്ങി ധാരാളം സ്കില്ലുകൾ വളർത്തിയെടുക്കുവാനും ബ്ലോക്കുകളെ കൊണ്ട് സാധിക്കുന്നു. ഇവ ഉപയോഗിച്ച് പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകളും ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി, നിറങ്ങൾ കാണിച്ചു കൊടുക്കുകയും അവ ഏതെല്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരേ നിറങ്ങൾ യോജിപ്പിക്കുവാനും നിർദ്ദേശിക്കുക. കൂടാതെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നും അവ കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിക്കാനും ശ്രമിക്കുക. ശ്രദ്ധിക്കുക, ബ്ലോക്കുകൾ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്നതായതുകൊണ്ട് തന്നെ വായയിലിടാൻ സാധ്യത ഏറെയാണ്. ഉപയോഗശേഷം വൃത്തിയായി ബ്ലോക്സുകൾ നഷ്ടപ്പെടാതെ തന്നിരിക്കുന്ന ബാഗിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ലഭ്യമായ കിറ്റിലെ മൂന്നാമത്തെ ഐറ്റം മണിച്ചട്ട സ്ലേറ്റ് ആണ്. 2ആയി വിഭജിക്കപ്പെട്ട തടിയിലുള്ള ഫ്രെയിമിന്റെ ഒരു ഭാഗം മണികൾ തൂക്കിയ നേർത്ത കമ്പികളുള്ളവയാണ്. എന്നാൽ രണ്ടാമത്തെ ഭാഗം മണികൾ കൊണ്ട് കണക്ക് കൂട്ടി എഴുതാനുള്ള സ്ലേറ്റ് ആണ് ഉള്ളത്. ഏകദേശം 3 വയസ്സിന് മുകളിലുള്ള ASD, ID കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഐറ്റം നൽകിയിട്ടുള്ളത്. കളർ കൺസെപ്റ്റ്, നമ്പർ കൺസെപ്റ്റ്, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, സ്പീച്ച് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ലേണിംഗ് സ്കിൽസ് തുടങ്ങിയവ വർദ്ധിപ്പിക്കുവാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. മണിച്ചട്ട സ്ലേറ്റ് ഉപയോഗിച്ച് തുടക്കക്കാർക്ക് മനക്കണക്ക് ചെയ്യാൻ പഠിക്കുന്നതിന് മുൻപുള്ള ഒരു എണ്ണൽ രീതിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. സ്ലേറ്റും അബാക്കസും ഉപയോഗിച്ച് കുട്ടികളെ കൊണ്ട് ധാരാളം ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിനായി, അബാക്കസ് നോക്കി മുത്തുകളുടെ നിറം മനസ്സിലാക്കുവാനും ഓരോ സ്റ്റിക്കിലും എത്ര മുത്തുകൾ വീതമുണ്ടെന്ന് പറയുവാനും സ്ലേറ്റിൽ എഴുതുവാനും നിർദ്ദേശിക്കുക. കൂടാതെ
ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും സംഖ്യകൾ പറയാനും എഴുതാനും നിർദ്ദേശിക്കുക. തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ തിരുത്തി മനസ്സിലാക്കി എഴുതി കൊടുക്കുവാനും മറക്കരുത്. ഉപയോഗശേഷം സ്ലേറ്റും പെൻസിലും മറ്റ് ആവശ്യ വസ്തുക്കളെല്ലാം കൃത്യമായി വൃത്തിയോടെ സൂക്ഷിക്കുക. ലഭ്യമായ കിറ്റിലെ 4ാമത്തെ ഐറ്റം എന്നത് സൂക്ഷ്മചലന നൈപുണ്യ മാറ്റാണ്. 6 ചതുര ബ്ലോക്കുകൾ അടങ്ങിയ ഐറ്റമാണിത്. 1ാമത്തെ ബ്ലോക്കിൽ വെൽക്രോ അമർത്താനുള്ള ബട്ടണും 2ാമത്തെ ബ്ലോക്കിൽ മധ്യത്തിലായി സിപ്പും 3ാമത്തെ ബ്ലോക്കിൽ ജോക്കറിനെ പോലെയുള്ള രൂപവും 4ാമത്തെ ബ്ലോക്കിൽ ഹുക്കും 5ാമത്തെ ബ്ലോക്കിൽ കുറേ മണികളും 6ാമത്തെ ബ്ലോക്കിൽ കുറേ ബട്ടണുകളുമാണ് നൽകിയിട്ടുള്ളത്. 4 വയസ്സും അതിനു മുകളിലുള്ള ID, ASD, CP കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. കളർ കൺസെപ്റ്റ്, ഡ്രസ്സിംഗ്, ഗ്രൂമിംഗ്, പ്രോസസ്സിംഗ് സ്പീഡ്, അറ്റൻഷൻ, ഐ ഹാൻഡ് കോർഡിനേഷൻ, ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ തുടങ്ങി ധാരാളം സ്കില്ലുകൾ വളർത്തിയെടുക്കുവാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. ഈ മാറ്റ് ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായ ധാരാളം ആക്ടിവിറ്റികൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിനായി വെൽക്രോ സ്ട്രാപ്പ് ഒട്ടിക്കാനും പറിക്കാനും, പ്രസ് ബട്ടൺ, സിപ്പ് എന്നിവ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും, ഹുക്ക് ഇടാനും അഴിക്കാനും പഠിപ്പിക്കാം. കൂടാതെ റെഡ് ആൻഡ് ഗ്രീൻ പൗച്ചിൽ ബന്ധിപ്പിച്ച 3 ചരടുകൾ ഉപയോഗിച്ച് എങ്ങനെ മെടയണമെന്നും ലഭ്യമായ പാവയെ ഉപയോഗിച്ച് കളിപ്പിക്കുവാനും ഒരുങ്ങാനും കളറുകൾ ചോദിച്ച് പഠിപ്പിക്കുവാനും സാധിക്കും. ഇവ കൃത്യമായി പരിശീലിപ്പിച്ചതിനു ശേഷം വീട്ടിലുള്ള ഷർട്ട്, ബാഗ്, മറ്റു വസ്തുക്കൾ നൽകിക്കൊണ്ട് ടാസ്ക് ചെയ്ത് പൊതുധാരണ വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കുക. ആവശ്യാനുസരണം ബലം നൽകി മാത്രം ആക്ടിവിറ്റികൾ ചെയ്യുക. അല്ലെങ്കിൽ ബട്ടൺ, ചരട്, വെൽക്രോ മുതലായവ ബ്ലോക്കിൽ നിന്ന് ഇളകാനും സാധ്യതകളുണ്ട്. കൂടാതെ നനയാതിരിക്കാനും ശ്രദ്ധിക്കണം. ലഭ്യമായ കിറ്റിലെ 5ാമത്തെ ഐറ്റം പെഗ് ബോർഡാണ്. വിവിധ വർണ്ണങ്ങളിൽ ചോക്കിന്റെ വലുപ്പമുള്ള 12 കിറ്റുകൾ വയ്ക്കാൻ സാധിക്കുന്ന തടി കൊണ്ടുണ്ടാക്കിയ പെഗ് ബോർഡും കുറ്റികളുമാണ് ഇവ. 3 വയസ്സും അതിനു മുകളിലുള്ള ID, ASD, CP കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കാണ് ഇവ നൽകിയിട്ടുള്ളത്. കളർ ഐഡന്റിഫിക്കേഷൻ, ഷേപ്പ് ഐഡന്റിഫിക്കേഷൻ, അറ്റൻഷൻ, ഐ ഹാൻഡ് കോർഡിനേഷൻ, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഫൈൻ മോട്ടോർ സ്കിൽസ് തുടങ്ങി ധാരാളം സ്കില്ലുകൾ വളർത്തിയെടുക്കുവാൻ ഇതുകൊണ്ട് സാധിക്കും. പെഗ് ബോർഡ് ഉപയോഗിച്ചുള്ള ചില ആക്ടിവിറ്റീസ് കൂടി പരിചയപ്പെടുത്താം. 12 കുറ്റിയുമെടുത്ത് ദ്വാരങ്ങളിൽ കൃത്യമായി വയ്ക്കാനും ഒരേ നിറങ്ങളുള്ള പെഗ് വേർതിരിച്ചെടുക്കാനും കുട്ടിയെ ഓരോ നിറങ്ങൾ ഉറക്കെ പറയുവാനും നിർദ്ദേശിക്കുക. ശ്രദ്ധിക്കുക, പെഗുകൾ വായിലിടാനോ കടിക്കാനോ അവസരം നൽകാതെ ഉപയോഗശേഷം ബാഗിൽ സൂക്ഷിക്കേണ്ടതാണ്. ലഭ്യമായ കിറ്റിലെ 6ാമത്തെ ഐറ്റം പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ആൺപാവയും പെൺപാവയുമാണ്. 4 വയസ്സിന് മുകളിലുള്ള ASD, ID, CP കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. ജെൻഡർ കൺസെപ്റ്റ്, ശരീരഭാഗങ്ങൾ മനസ്സിലാക്കാൻ, വസ്ത്രധാരണം, ചെരുപ്പിടൽ, ഗ്രൂമിംഗ് സ്കിൽസ് ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ, ആശയ രൂപീകരണം തുടങ്ങി ധാരാളം സ്കില്ലുകൾ വളർത്തിയെടുക്കുവാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. പാവകൾ ഉപയോഗിച്ച് ചില ആക്ടിവിറ്റീസ് കൂടെ പരിചയപ്പെടുത്താം. പാവകളുടെ സവിശേഷതകൾ, ആൺ പെൺ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാനും പാവയുടെ ശരീരഭാഗങ്ങൾ പറഞ്ഞുകൊടുത്തും തൊട്ടുകാണിച്ചും പേരുകൾ ഉറക്കെ പറഞ്ഞും പഠിപ്പിക്കാവുന്നതാണ്. ശേഷം പാവയുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി കാണിച്ചു കൊടുത്തും വസ്ത്രധാരണം കാണിച്ചു കൊടുത്തും കുട്ടിയോട് സ്വയം ചെയ്യാനും നിർദ്ദേശിക്കാം. കൂടാതെ പാവയുടെ സഹായത്തോടെ വലതും ഇടതും കൈകൾ മനസ്സിലാക്കുവാനും ഇവ കൊണ്ട് സാധിക്കും. പാവയുടെ ഭാഗങ്ങൾ കുട്ടികൾ ഇളക്കിയെടുക്കുവാനോ വായയിലിടാനോ ശ്രമിക്കരുത്. ലഭ്യമായ കിറ്റിലെ 7ാമത്തെ ഐറ്റം മുത്തുകളാണ്. വ്യത്യസ്ത നിറങ്ങളുള്ള 5 മുത്തുകൾ വീതമടങ്ങിയ കട്ടിയുള്ള നൈലോൺ ചരടിൽ കോർത്ത നിലയിലാണ് ഇവ ഉള്ളത്. 3 വയസ്സിനും അതിനു മുകളിലുള്ള
ID, CP, ASD കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. കളർ കൺസെപ്റ്റ്, ഷേപ്പ് കൺസെപ്റ്റ്, നമ്പർ കൺസെപ്റ്റ്, ഐ ഹാൻഡ് കോർഡിനേഷൻ, അറ്റൻഷൻ, പ്രോസസ്സിംഗ് സ്പീഡ്, പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ, ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് തുടങ്ങി വ്യത്യസ്തങ്ങളായ സ്കില്ലുകൾ വളർത്തിയെടുക്കുവാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. മുത്തുകൾ കൊണ്ട് കുട്ടികൾക്കായുള്ള പലതരം ആക്ടിവിറ്റീസുകളും ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നിറങ്ങൾ പഠിപ്പിക്കുവാനും ചെറുതും വലുതും മുത്തുകൾ പരിചയപ്പെടുത്തുവാനും മുത്തുകൾ കോർത്ത് മാല, പാദസരം, കൈവള എന്നിവ നിർമ്മിക്കുവാനും തുടങ്ങി പല ആക്ടിവിറ്റികളും ഇതിലൂടെ പരിശീലിപ്പിക്കാം. ശ്രദ്ധിക്കുക, കുട്ടികൾ മുത്തുകൾ വിഴുങ്ങാതെ സൂക്ഷിക്കണം. ലഭ്യമായ കിറ്റിലെ 8ാമത്തെ ഐറ്റം എന്നത് റേസ് ഷേപ്പ് ട്രേ ആണ്. മിനുസമുള്ള തടിട്രേയിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള വൃത്തം, ചതുരം, ത്രികോണം, സമചതുരം എന്നീ ആകൃതിയിലുള്ള ബ്ലോക്കുകളാണ് ഇവയിലുള്ളത്. 3 വയസ്സിന് മുകളിലുള്ള ID, ASD, CP കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഇവ നൽകിയിട്ടുള്ളത്. കളർ ഐഡന്റിഫിക്കേഷൻ, ഡിസ്ക്രിമിനേഷൻ, പ്രോബ്ലം സോൾവിംഗ്, അറ്റൻഷൻ, മെമ്മറി, ഐ ഹാൻഡ് കോർഡിനേഷൻ തുടങ്ങി ധാരാളം സ്കില്ലുകൾ വളർത്തിയെടുക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നു. റേസ് ഷേപ്പ് ട്രേ ഉപയോഗിച്ചുള്ള ചില ആക്ടിവിറ്റീസ് കൂടി കുട്ടികൾക്കായി പരിചയപ്പെടുത്താം. ട്രേയിലെ ബ്ലോക്കുകൾ ഓരോന്നായി എടുത്തതിന് ശേഷം യഥാസ്ഥാനത്ത് വയ്ക്കാൻ നിർദ്ദേശിക്കുക. ശേഷം ബ്ലോക്കിന്റെ നിറവും ഷേപ്പും പറഞ്ഞ് മനസ്സിലാക്കുക തുടങ്ങി വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റികൾ കുട്ടികൾക്ക് ഇതിലൂടെ നൽകാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഉപയോഗശേഷം റേസ് ഷേപ്പ് ട്രേ വൃത്തിയായി ബാഗിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. ലഭ്യമായ കിറ്റിലെ 9ാമത്തെ ഐറ്റം ചിത്രങ്ങളുടെ സെറ്റാണ്. പോസ്റ്റ് കാർഡ് വലുപ്പത്തിലുള്ള മേശ, കസേര തുടങ്ങി 10 ദൈനംദിന വസ്തുക്കൾ അടങ്ങിയ ചിത്രങ്ങളാണ് ഇവയിലുള്ളത്. 4 വയസ്സിന് മുകളിലുള്ള ASD, ID, LD, CP തുടങ്ങിയ കണ്ടീഷൻസുകളുള്ള കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. ആശയവികസനം, അതായത് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പരിചയപ്പെടൽ, ഉപയോഗം തുടങ്ങിയവ, വസ്തുവിന്റെ വ്യത്യസ്ത ഇഴയടുപ്പം എന്നിവയും പഠിക്കാം. കൂടാതെ പിക്ചർ ഒബ്ജക്റ്റ് ജനറലൈസേഷൻ, സ്പീച്ച് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കോംപ്രിഹെൻഷൻ ആൻഡ് എക്സ്പ്രഷൻ തുടങ്ങി ധാരാളം സ്കില്ലുകൾ വളർത്തിയെടുക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. സെറ്റുകൾ ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റികൾ പരിശീലിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ചിത്രങ്ങളെ പരിചയപ്പെടുത്തൽ, ഉപയോഗങ്ങൾ, ചിത്രങ്ങൾ കാണിച്ച് വീട്ടിലുള്ള വസ്തുക്കളെ തിരിച്ചറിയൽ തുടങ്ങി ധാരാളം ആക്ടിവിറ്റികൾ കാർഡുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കാർഡുകൾ നഷ്ടപ്പെടാതെയും വായയിലിടാതെയും സൂക്ഷിക്കണം. ലഭ്യമായ കിറ്റിലെ 10ാമത്തെ ഐറ്റം ഊതുന്ന കളിപ്പാട്ടങ്ങളാണ്. പ്ലാസ്റ്റിക് നിർമ്മിതമായ വിഷത്വമില്ലാത്ത കഴുകാവുന്ന വ്യത്യസ്ത നിറങ്ങളിലുള്ള 4 തരം കളിപ്പാട്ടങ്ങളാണിവ. ഓടക്കുഴൽ, ഊതി കുമിളകൾ ഉണ്ടാക്കുന്ന കളിപ്പാട്ടം, ട്രംപറ്റ്, ചെറിയ വിസിൽ എന്നിവയാണിവ. 3 വയസ്സിന് മുകളിലുള്ള CP, ASD, LD, ID കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. ആശയവികസനം, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഓഡിറ്ററി സ്റ്റിമുലേഷൻ, ഓഡിറ്ററി ഡിസ്ക്രിമിനേഷൻ, ഫൈൻ മോട്ടോർ സ്കിൽസ് തുടങ്ങി ധാരാളം സ്കില്ലുകൾ ഈ കളിപ്പാട്ടങ്ങളിലൂടെ വളർത്തിയെടുക്കാൻ സാധിക്കും. കുട്ടികൾക്കായി ചില ആക്ടിവിറ്റീസുകൾ കൂടി പരിചയപ്പെടുത്താം. ഓരോ ഉപകരണങ്ങളും ഊതാൻ നിർദ്ദേശിക്കുക. ശബ്ദം പുറപ്പെടുവിച്ചാൽ പ്രോത്സാഹനം നൽകാനും മറക്കരുത്. സോപ്പ് കുമിളകൾ വരുന്ന ഉപകരണത്തിൽ കുമിളകൾ രൂപപ്പെട്ടാലും പ്രോത്സാഹനം നൽകണം. ശേഷം പേരുകളും കുട്ടികൾക്കായി പരിചയപ്പെടുത്താം. കൂടാതെ വ്യത്യസ്ത ദിശകളിൽ നിന്നും ഉപകരണങ്ങൾ ഊതിക്കൊണ്ട് ആ ദിശയിലേക്ക് കുട്ടികൾ നോക്കുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക. കുമിള ഉണ്ടാക്കുന്ന സോപ്പ് ലായനി കുട്ടിയുടെ വായയിലാകാതെയും ഉപകരണങ്ങൾ കടിക്കാതെയും ശ്രദ്ധിക്കണം. ലഭ്യമായ കിറ്റിലെ 11ാമത്തെ ഐറ്റം എന്നത് കളറിംഗ് ബുക്കും ക്രയോണുകളുമാണ്. വർണ്ണചിത്രങ്ങളും വിവരണ ചിത്രങ്ങളും അടങ്ങിയിരിക്കുന്ന പുസ്തകത്തിനൊപ്പം നിറം നൽകാനായി ക്രയോൺ സെറ്റുകളും നൽകിയിരിക്കുന്നു. 3 വയസ്സിന് മുകളിലുള്ള ID, ASD, CP കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കാണ് ഇവ നൽകിയിട്ടുള്ളത്. കളർ ഐഡന്റിഫിക്കേഷൻ, നമ്പർ കൺസെപ്റ്റ്,
റൈറ്റിംഗ് സ്കിൽസ്, ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് തുടങ്ങി ധാരാളം സ്കില്ലുകൾ വളർത്തിയെടുക്കുവാനും ഈ പുസ്തകത്തിലൂടെ സാധിക്കുന്നു. കൂടാതെ വ്യത്യസ്ത തരത്തിലുള്ള ആക്ടിവിറ്റികൾ നൽകിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ഈ പുസ്തകം ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ക്രയോൺ പെൻസിലുകൾ തിരിച്ചറിയുന്നതിലൂടെ നിറങ്ങളെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കുവാൻ ഇത് സഹായിക്കും. ക്രയോൺസ് സംഖ്യകൾ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും എണ്ണിത്തിട്ടപ്പെടുത്താൻ നിർദ്ദേശിക്കാവുന്നതുമാണ്. കൂടാതെ കുട്ടിയുടെ കൈവിരലിൻ്റെ ചലനശേഷി വർദ്ധിപ്പിക്കുവാനും ട്രൈപോഡ് ഗ്രാസ്പിംഗ് വളർത്താനും ഇവ കൊണ്ട് സാധിക്കുന്നു. ശ്രദ്ധിക്കുക, ക്രയോൺ കടിക്കാനും നിറങ്ങൾ വായയിൽ പോകാനുമുള്ള സാധ്യത ഏറെയായതുകൊണ്ട് ഉപയോഗശേഷം വൃത്തിയായി ക്രയോണുകളും ബുക്കും എടുത്തു വെക്കുവാനും നിർദ്ദേശിക്കണം. ലഭ്യമായ കിറ്റിലെ 12ാമത്തെ ഐറ്റം എന്നത് തടിയിലുള്ള പഴങ്ങളുടെ പസിലാണ്. മിനുസമുള്ള തടിയിൽ പുറത്തെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള 4 പഴങ്ങളും അവയുടെ പേരുകളുമടങ്ങിയ ബോർഡാണ് ഇതിലുള്ളത്. 2 വയസ്സും അതിനു മുകളിലുള്ള ASD, ID, ADHD കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. നെയിം ഐഡന്റിഫിക്കേഷൻ, ഷേപ്പ്, കളർ ഐഡന്റിഫിക്കേഷൻ, അറ്റൻഷൻ, മെമ്മറി, ഫൈൻ മോട്ടോർ സ്കിൽസ്, ഐ ഹാൻഡ് കോർഡിനേഷൻ തുടങ്ങി ധാരാളം സ്കില്ലുകൾ വളർത്തിയെടുക്കുവാനും ഇതിലൂടെ സാധിക്കും. പസിൽസ് ഉപയോഗിച്ച് കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില ആക്ടിവിറ്റീസുകൾ കൂടി പരിചയപ്പെടുത്താം. കുട്ടിക്ക് ബോർഡ് നൽകിയതിനു ശേഷം പഴങ്ങളുടെ പേരും നിറവും പറഞ്ഞുകൊണ്ട് ബോർഡിൽ നിന്നും പുറത്തെടുക്കാൻ നിർദ്ദേശിക്കുക. ശേഷം ശരിയായ പഴങ്ങളും ചിത്രങ്ങളുമായി മാച്ച് ചെയ്യാനും നിർദ്ദേശിക്കുക. കൂടാതെ പഴവർഗ്ഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നുകൂടി വിശദീകരിക്കാൻ നിർദ്ദേശിക്കുക. ശ്രദ്ധിക്കുക, പസിലുകൾ നഷ്ടപ്പെടാതെയും വായയിലിടാതെയും ശ്രദ്ധിക്കണം. ലഭ്യമായ കിറ്റിലെ 13ാമത്തെ ഐറ്റം തടിയിലുള്ളവ എണ്ണിപ്പൊരുത്തപ്പെടുത്തൽ. മിനുസമുള്ള തടിക്കട്ടകളിൽ ഒരു സെറ്റിന്റെ പകുതി ഭാഗത്തായി 1 മുതൽ 10 വരെ സംഖ്യകൾ അച്ചടിച്ചതും ബ്ലോക്കിന്റെ മറുപകുതിയിൽ സംഖ്യകളുടെ എണ്ണത്തിനനുസൃതമായി വസ്തുക്കളുടെ ചിത്രങ്ങളും നൽകിയിരിക്കുന്നു. 3 വയസ്സിന് മുകളിലുള്ള ID, ASD കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. കൗണ്ടിംഗ്, നമ്പറിംഗ്, കളർ കൺസെപ്റ്റ്, റൈറ്റിംഗ് സ്കിൽസ്, അറ്റൻഷൻ, സിറ്റിംഗ് ബിഹേവിയർ, മെമ്മറി, ഫൈൻ മോട്ടോർ സ്കിൽസ് തുടങ്ങി ധാരാളം സ്കില്ലുകൾ വളർത്തിയെടുക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. കുട്ടികൾക്കായി ഇവ ഉപയോഗിച്ച് ധാരാളം ആക്ടിവിറ്റികളും നൽകാവുന്നതാണ്. ഉദാഹരണത്തിനായി ചിത്രങ്ങളുടെ സഹായത്തോടെ സംഖ്യകൾ എണ്ണാനും 1 മുതൽ 10 വരെ എണ്ണി തിട്ടപ്പെടുത്തുവാനും അതിനോടൊപ്പം നിറങ്ങൾ പറയുവാനും നിർദ്ദേശിക്കുക. ശേഷം വിവിധ നിറങ്ങൾ കൊടുത്തുകൊണ്ട് ഓരോ സംഖ്യകളും കുട്ടികളെ കൊണ്ട് എഴുതുവാനും പറയുക. ശ്രദ്ധിക്കുക, തടി കുട്ടികൾ വായയിൽ വെക്കാനും കടിക്കാനും എറിയാനുമെല്ലാം തന്നെ സാധ്യത ഉള്ളതുകൊണ്ട് ഉപയോഗശേഷം ബാഗിൽ സൂക്ഷിക്കാൻ മറക്കരുത്. ലഭ്യമായ കിറ്റിലെ 14ാമത്തെ ഐറ്റം ശബ്ദവും സ്പർശവും അറിയാനായുള്ള 2 പുസ്തകങ്ങളാണ്. സെൻസറി ഉത്തേജനത്തിനായുള്ള മെറ്റീരിയലുകൾ അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളാണിവ. വ്യത്യസ്തങ്ങളായ, അതായത് സുഗന്ധങ്ങൾ, ദുർഗന്ധങ്ങൾ, ശബ്ദങ്ങൾ, സംഗീതം എന്നിവ തിരിച്ചറിയാൻ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള കുട്ടികൾക്ക് ഉപയോഗപ്രദമാകുന്ന 2 പുസ്തകങ്ങളാണ് ഇത്. 5 വയസ്സിന് മുകളിലുള്ള ID, LD, ASD, CP കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. ടെക്സ്ചർ ഐഡന്റിഫിക്കേഷൻ, ഷേപ്പ് ആൻഡ് കളർ ഐഡന്റിഫിക്കേഷൻ, പിക്ചർ ഐഡന്റിഫിക്കേഷൻ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, കോംപ്രിഹെൻഷൻ ആൻഡ് എക്സ്പ്രഷൻ തുടങ്ങി ധാരാളം സ്കില്ലുകൾ വളർത്തിയെടുക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. കുട്ടികൾക്കായി പുസ്തകവുമായി ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റീസ് കൂടി പരിചയപ്പെടുത്താം. ഉദാഹരണത്തിന്, കുട്ടിക്ക് പുസ്തകം നൽകിയതിനു ശേഷം അതിലെ ചിത്രങ്ങൾ ഓരോന്നായി വിവരിച്ച് നൽകി തൊട്ടുനോക്കി അതിൻ്റെ ഘടന മനസ്സിലാക്കുവാൻ പരിശീലിപ്പിക്കുക. ശേഷം അവയുടെ പേരും നിറവും ആകൃതിയും വിവരിച്ചു നൽകാവുന്നതുമാണ്. കൂടാതെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട അവയെ വാക്യത്തിൽ വിവരിക്കാനും പ്രേരിപ്പിക്കുക. പിന്നീട്
വാക്യങ്ങൾ ഒരു കഥയുടെ രൂപത്തിൽ പറയാനും ശ്രമിക്കാം. ശ്രദ്ധിക്കുക, ബാറ്ററി വായയിലിടാതെയും പുസ്തകത്തിൽ വെള്ളമാകാതെയും സൂക്ഷിക്കണം. ഉപയോഗശേഷം വൃത്തിയായി ബാഗിൽ തന്നെ ഇവ സൂക്ഷിക്കേണ്ടതുമാണ്. ലഭ്യമായ കിറ്റിലെ 15ാമത്തെ ഐറ്റം എന്നത് LKG പുസ്തകങ്ങളാണ്. ദൈനംദിന ഇനങ്ങളായ പഴങ്ങൾ, പച്ചക്കറികൾ, വാഹനങ്ങൾ, മൃഗങ്ങൾ തുടങ്ങിയ ചിത്രങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളാണിവ. 3 വയസ്സിന് മുകളിലുള്ള ASD, ID, LD കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. പിക്ചർ ഐഡന്റിഫിക്കേഷൻ, കളർ, ഷേപ്പ് ഐഡന്റിഫിക്കേഷൻ, മെമ്മറി, അറ്റൻഷൻ തുടങ്ങിയ സ്കില്ലുകൾ വളർത്തിയെടുക്കുവാനും ഇത് സഹായിക്കുന്നു. കുട്ടികൾക്കായി ചില ആക്ടിവിറ്റീസുകളും പരിചയപ്പെടുത്താം. വ്യത്യസ്ത നിറങ്ങളിലുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, വാഹനങ്ങൾ എന്നിവയുടെ ആകൃതിയും നിറങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇവയുടെ ഉപയോഗവും പ്രയോജനവും പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ കുട്ടികൾക്ക് എല്ലാ ദിവസവും നൽകുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇവയുടെ ഉപയോഗവും പ്രയോജനവും പറഞ്ഞു കൊടുക്കുക തുടങ്ങി വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റികൾ ഈ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് നൽകാവുന്നതാണ്. ശ്രദ്ധിക്കുക, പുസ്തകങ്ങൾ വായയിൽ വെച്ച് കടിക്കുവാനും കടലാസുകൾ കീറിക്കളയാനും സാധ്യതയുള്ളതിനാൽ ഉപയോഗശേഷം വൃത്തിയായി ഇവ ബാഗിൽ തന്നെ സൂക്ഷിക്കാൻ മറക്കരുത്. ലഭ്യമായ കിറ്റിലെ 16ാമത്തെ ഐറ്റം എന്നത് മൃദുവായ കൈപ്പാവയാണ്. കുട്ടിയുടെ കൈ കടത്താവുന്നതും വിരലുകൾ പാവയുടെ വിഭിന്ന അവയവങ്ങളായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്ന മൃദുവായ ഒരു പാവയാണ് ഇത്. 3 വയസ്സിന് മുകളിലുള്ള ASD, ID, CP കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. കൺസെപ്റ്റ് ഡെവലപ്മെന്റ്, പപ്പറ്റ് ഷോ, ഫൈൻ മോട്ടോർ സ്കിൽസ്, അറ്റൻഷൻ, പ്രാഗ്മാറ്റിക് സ്കിൽ തുടങ്ങിയവ വർദ്ധിപ്പിക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നു. കൈപ്പാവയുമായി ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റികൾ കൂടി പരിചയപ്പെടുത്താം. പാവയുടെ ഉള്ളിൽ രക്ഷിതാവ് കൈകടത്തി മാതൃക കാണിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുക. കുട്ടിയോടും അനുകരിക്കാൻ പറയുക. ശേഷം പാവയെ നോക്കി സംസാരിക്കുവാനും സന്ദർഭങ്ങൾ ഉണ്ടാക്കി ആശയവിനിമയം, സംഭാഷണം എന്നിവ ടേൺ ടേക്കിംഗ് ബിഹേവിയറിലൂടെ വർദ്ധിപ്പിക്കുവാനും പരിശീലിപ്പിക്കുക. ശ്രദ്ധിക്കുക, കൈപ്പാവ വായയിലിടാതെ സൂക്ഷിക്കുകയും ഉപയോഗശേഷം ബാഗിൽ വൃത്തിയായി സൂക്ഷിക്കേണ്ടതുമാണ്. ലഭ്യമായ കിറ്റിലെ 17ാമത്തെ ഐറ്റം എന്നത് മാന്ത്രിക സ്ലേറ്റ് ആണ്. പ്ലാസ്റ്റിക് ഫ്രെയിമുള്ള വിഷത്വമില്ലാത്ത പൊട്ടാത്ത പ്രതലമുള്ള സ്ലേറ്റ് ആണ് ഇത്. സ്ലേറ്റിൽ വരയ്ക്കാൻ പെൻസിൽ ആകൃതിയിലുള്ള സ്റ്റെൻസിലും മായ്ക്കാനായി സ്ലേറ്റിന്റെ മൂലയിൽ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ബട്ടണും ഘടിപ്പിച്ചിട്ടുണ്ട്. 3 വയസ്സിന് മുകളിലുള്ള ID, ASD, LD കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കാണ് ഇത് നൽകിയിരിക്കുന്നത്. റൈറ്റിംഗ് സ്കിൽസ്, അരിത്തമെറ്റിക് സ്കിൽസ്, പിക്ചർ കൺസെപ്റ്റ്, ഫൈൻ മോട്ടോർ സ്കിൽസ്, സെൽഫ് പ്ലേ തുടങ്ങിയ സ്കില്ലുകൾ വളർത്തിയെടുക്കുവാൻ മാന്ത്രിക സ്ലേറ്റിലൂടെ സാധിക്കുന്നു. ചില ആക്ടിവിറ്റീസ് കൂടി പരിചയപ്പെടുത്താം. മാന്ത്രിക സ്ലേറ്റ് കാണിച്ചു കൊടുക്കുക. ശേഷം അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കൂടെ വിശദീകരിക്കുക. കൂടാതെ പഠിച്ച അക്ഷരങ്ങൾ, കണക്കുകൾ, ഇഷ്ടമുള്ള ചിത്രങ്ങൾ തുടങ്ങിയവ വരയ്ക്കാനും എഴുതാനും നിർദ്ദേശിക്കുക. കൂടെ മായ്ക്കാനും പഠിപ്പിക്കുക. ശ്രദ്ധിക്കുക, സ്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ അധിക ബലം പ്രയോഗിക്കാതെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. ലഭ്യമായ കിറ്റിലെ 18ാമത്തെ ഐറ്റം എന്നത് തടി കൊണ്ടുള്ള അക്ഷരമാല ക്യൂബുകളാണ്. ക്യൂബിൻ്റെ ഒരു വശത്ത് അക്ഷരങ്ങളും മറുവശത്ത് അനുബന്ധ ചിത്രങ്ങളും അച്ചടിച്ച 26 അടി ക്യൂബുകളാണിവ. 5 വയസ്സിന് മുകളിലുള്ള ID, LD, CP കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. പിക്ചർ ഐഡന്റിഫിക്കേഷൻ, ലെറ്റർ ഐഡന്റിഫിക്കേഷൻ, മെമ്മറി, അറ്റൻഷൻ, ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് തുടങ്ങി ധാരാളം സ്കില്ലുകൾ വളർത്തിയെടുക്കുവാനും അക്ഷരമാല ക്യൂബുകൾ കൊണ്ട് സാധിക്കുന്നു. ഇവ ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റികൾ കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിക്കാവുന്നതുമാണ്. ഉദാഹരണത്തിന് A മുതൽ Z വരെ ഇംഗ്ലീഷ് അക്ഷരമാലകൾ ക്രമമായി പറയാനും
അറേഞ്ച് ചെയ്യാനും നിർദ്ദേശിക്കുക. ശേഷം അക്ഷരവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കാണിക്കുകയും അവ തിരിച്ചറിഞ്ഞ് പേരുകൾ പഠിക്കാനും നിർദ്ദേശിക്കുക. ആവശ്യമായ പ്രോത്സാഹനവും സഹായവും നൽകാൻ മറക്കരുത്. ഇതിനോടൊപ്പം തന്നെ ചെറിയ അക്ഷരവും വലിയ അക്ഷരവും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാനും മറക്കരുത്. ശ്രദ്ധിക്കുക, ഉപയോഗശേഷം ക്യൂബുകൾ കൃത്യമായി ബാഗിൽ സൂക്ഷിക്കാൻ മറക്കരുത്. അല്ലാത്ത പക്ഷം ഇവ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ലഭ്യമായ കിറ്റിലെ 19ാമത്തെ ഐറ്റം മിനുസമുള്ള തടിയിൽ ഷൂ ആകൃതിയിൽ നിർമ്മിച്ച തടി കൊണ്ടുള്ള ലേസിംഗ് ഷൂ ആണ്. ഇതിൽ ദ്വാരങ്ങളും പച്ച നിറത്തിലുള്ള ലേസുകളും ഉണ്ട്. 4 വയസ്സിന് മുകളിലുള്ള LD, ID കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാനും, അതായത് ചെരുപ്പ് എന്താണെന്നും എന്തിനാണെന്നും ഇടത് വലത് വശങ്ങൾ മനസ്സിലാക്കുവാനും ഷൂലേസ് കെട്ടാനും അഴിക്കാനും തുടങ്ങി വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ മനസ്സിലാക്കുവാനും അറ്റൻഷൻ, മെമ്മറി, ഐ ഹാൻഡ് കോർഡിനേഷൻ, ഫൈൻ മോട്ടോർ സ്കിൽസ് എന്നിവ വളർത്തിയെടുക്കുവാനും ഇതുകൊണ്ട് സാധിക്കുന്നു. കുട്ടികൾക്കായി ലേസിംഗ് ഷൂസ് ഉപയോഗിച്ചുള്ള ചില ആക്ടിവിറ്റീസ് കൂടി പരിചയപ്പെടുത്താം. ആദ്യമായി കുട്ടിക്ക് ഷൂവും ഷൂ ലേസും പരിചയപ്പെടുത്താം. ശേഷം എങ്ങനെ ഇടത് വലത് കാലുകൾ നോക്കി ഷൂ ധരിക്കാമെന്നും പറഞ്ഞു കൊടുക്കാം. അതിനായി കുട്ടിയുടെ യഥാർത്ഥ ഷൂവും പരിചയപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഓരോ ദ്വാരത്തിലൂടെ ഷൂലേസ് എങ്ങനെ കയറ്റാമെന്നും പടിപടിയായി കാണിച്ചു കൊടുക്കാം. ഷൂലേസ് ശരിയായ രീതിയിൽ കടത്തിയതിനു ശേഷം കെട്ടുന്നതെങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാം. ആവശ്യ സന്ദർഭങ്ങളിൽ പ്രോത്സാഹനവും സഹായവും കുട്ടിക്ക് നൽകുക. അവസാനമായി യഥാർത്ഥ ഷൂ കെട്ടാനും പരിശീലനം നൽകാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതിനിടയിൽ കുട്ടികൾ ഷൂലേസ് വായയിലിടാതെയും ശ്രദ്ധിക്കണം. ലഭ്യമായ കിറ്റിലെ 20ാമത്തെ ഐറ്റം എന്നത് വൃത്തത്തിലുള്ള നെസ്റ്റിംഗ് കപ്പുകളാണ്. വ്യത്യസ്ത നിറങ്ങളിലും വലുപ്പങ്ങളിലുമുള്ള കഴുകാവുന്ന വിഷത്വമില്ലാത്ത 10 പ്ലാസ്റ്റിക് കപ്പുകളാണിവ. 4 വയസ്സിന് മുകളിലുള്ള LD, ID, ASD കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. കളർ, ഷേപ്പ്, സൈസ്, മെഷർമെന്റ് ഐഡന്റിഫിക്കേഷൻ, അറ്റൻഷൻ, പ്രോസസ്സിംഗ് സ്പീഡ്, മെമ്മറി, സിറ്റിംഗ് ബിഹേവിയർ, ഫൈൻ മോട്ടോർ സ്കിൽസ് തുടങ്ങി ധാരാളം സ്കില്ലുകൾ വളർത്തിയെടുക്കുവാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. നെസ്റ്റിംഗ് കപ്പുകൾ ഉപയോഗിച്ച് ചില ആക്ടിവിറ്റികൾ കൂടി പരിചയപ്പെടുത്താം. കുട്ടികൾക്ക് ഓരോ നിറങ്ങളുടെ പേര്, ആകൃതി തുടങ്ങിയവ പഠിപ്പിക്കാം. കൂടാതെ ഓരോ കപ്പുകളിലും വെള്ളം നിറച്ച് അളവും എണ്ണവും പഠിപ്പിക്കാൻ സാധിക്കും. ശേഷം കപ്പുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെക്കാനും പരിശീലിപ്പിക്കുക. ശ്രദ്ധിക്കുക, കപ്പിൽ ചൂടുവെള്ളം ഒഴിക്കാതിരിക്കുക. ഉപയോഗശേഷം വൃത്തിയായി ബാഗിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ലഭ്യമായ കിറ്റിലെ 21ാമത്തെ ഐറ്റം തടി കൊണ്ടുള്ള മുഖപസിലാണ്. മൃദുവായ തടിയിൽ മുഖഭാഗങ്ങൾ അടങ്ങിയ ഒരു പസിലാണിത്. ഇവ ബോർഡിൽ നിന്നും പുറത്തെടുക്കാൻ മുകളിലൊരു കൈപ്പിടിയുമുണ്ട്. 2 വയസ്സിനും അതിനു മുകളിലുള്ള ADHD, LD, ID കുട്ടികൾക്കായാണ് ഇവ നൽകിയിട്ടുള്ളത്. ഫേസ് ഐഡന്റിഫിക്കേഷൻ, ഐ ഹാൻഡ് കോർഡിനേഷൻ, പ്രോസസ്സിംഗ് സ്പീഡ്, ഫൈൻ മോട്ടോർ സ്കിൽ, അറ്റൻഷൻ തുടങ്ങി പലതരത്തിലുള്ള സ്കില്ലുകൾ വളർത്തിയെടുക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. കുട്ടികൾക്കായി ചില ആക്ടിവിറ്റീസുകളും പരിചയപ്പെടുത്താം. കുട്ടികളോട് ബോർഡിൽ നിന്ന് മുഖഭാഗങ്ങൾ എടുത്ത് പുറത്ത് വയ്ക്കുവാനും അവ തിരിച്ച് യഥാസ്ഥാനത്ത് വയ്ക്കാനും നിർദ്ദേശിക്കുക. ഭാഗങ്ങൾ പുറത്തെടുക്കുമ്പോൾ കൂടെ പേരും പ്രവർത്തനങ്ങളും പറഞ്ഞു കൊടുക്കാൻ മറക്കരുത്. ശേഷം ഓരോ മുഖഭാഗങ്ങളുടെ പേര് പറഞ്ഞ് നിർദ്ദേശമനുസരിച്ച് കുട്ടിയോട് അതത് ഭാഗങ്ങളുടെ പെഗ്ഗുകൾ എടുക്കുവാനും പറയുക. ശ്രദ്ധിക്കുക, ആക്ടിവിറ്റികൾക്കിടയിൽ പെഗ്ഗുകൾ വായയിലിടാതിരിക്കാനും ശ്രദ്ധിക്കണം. ഉപയോഗശേഷം വൃത്തിയായി ബാഗിൽ തന്നെ സൂക്ഷിക്കുവാനും മറക്കരുത്.